വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 10-ലേറെ. മേഖലയിൽ 3-ാം തവണയാണ് ഉരുൾപൊട്ടുന്നത്. പുലർച്ചെ 1:30-ഓടെയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വീണ്ടും പുലർച്ചെ 4 മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷം 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ ഒരു കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് വീണ്ടും 3-ാമത്തെ ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി. മുണ്ടക്കൈ റൂട്ടിലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ തകരുകയും നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘങ്ങൾ വയനാട്ടിലെത്തും. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിട്ടുണ്ടെന്നും മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം വെള്ളാർമല സ്കൂൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. സ്കൂൾ പരിസരത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിൽ എത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിലേക്ക് എത്താൻ സിലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും ഡിഫൻസ് NDRF സേനകൾ സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വരുന്ന 3 മണിക്കൂറിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഗംഗാവലി നദിയിൽ രക്ഷാപ്രവർത്തകർ മുങ്ങി നോക്കിയപ്പോൾ നദിക്കടിയിൽ നിന്ന് തൂണുകളും വൈദ്യുതി തൂണുകളും മരങ്ങളും കണ്ടെത്തിയെന്നും അതിനാൽ തന്നെ നദിക്കടിയിലേക്ക് പോയാൽ തിരികെ വരാൻ സാധിക്കാത്ത വിധത്തിൽ കുത്തൊഴുക്കും അപകട സാധ്യതയുമാണുള്ളതെന്നും അതുകൊണ്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ദുർഘടമാണെന്നും രക്ഷാപ്രവർത്തകനായ ഈശ്വർ മാൽപേ പറഞ്ഞു. അതേസമയം കോഴിക്കോട് മദ്യലഹരിയിൽ കിണറ്റിൽ ചാടിയ യുവാവിനെ രക്ഷിച്ചു.